ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ വാവേ. വാവേ അത് എന്റെ ഫ്രണ്ട് അല്ലല്ല അതല്ല വരാനല്ല വാവ സുരേഷ്. ബെലിസിന്റെ വീട്ടിലെ ഒരു പാമ്പ് നൈസ് സ്മോൾ ചേര അങ്ങനെ. അല്ല നിങ്ങൾ എന്താ ടൂർണമെന്റ് ഉണ്ടാ? നമ്മ ഒരു മലമ്പാമ്പിനെ പിടിക്കാൻ വന്നേന്ന്. അതെയാ? ഏത് മലമ്പാമ്പ് ഏടാ? കഴിഞ്ഞ ദിവസം നിന്നൊരു പെണ്ണിട്ടിട്ട് പോയപ്പോ ഈ തോളിക്കട നീ ഉളുപ്പില്ലാണ്ട് കരഞ്ഞു. ഞാൻ അടിക്കാൻ വെച്ചിരുന്ന അവസാനത്തെ ബാക്കി നീ അടിച്ചിട്ട് എന്റെ ഷർട്ട് തന്നെ വാള് വെച്ചു. ആ ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല പിന്നെ ഞങ്ങളോട് രണ്ടാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ. മിനിമം അബേട്ടനോടും പവേട്ടനോടെങ്കിലും നീ പറയണായിരുന്നു. ഒന്നിലെ ഓരോ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടോ? നിങ്ങന്ന് എന്നോ അറിഞ്ഞ പോലെ സംസാരിക്കുന്നു. അറിഞ്ഞു, കൂടുതൽ അറിയാനാന്ന് വന്നത്. പട്ടി ഇവിടെ നോക്ക്, മോത്ത് നോക്കി സംസാരിക്കും. പറയണല്ലേ? പറയാമെന്ന കാര്യം വെച്ച് താമസിപ്പിക്കരുതെന്നോ സുജി പറഞ്ഞു. എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തിട്ടില്ലേ? അന്നാടാ വീട്ടിൽ വന്നപ്പോ പറയായിരുന്നില്ലേ? അന്നേരം കുറെ പറയണമെന്ന് വിചാരിച്ചിനി. പിന്നെ പറയണോ വേണ്ടോന്നൊരു സംശയം. പിന്നെ ഉറപ്പിച്ചു. പവിയേട്ടാ പറഞ്ഞോ? ഒരു കല്യാണം മുടക്കി തരൂ. ആരുടെ? എന്തിന്? എന്റെ അനിയത്തിന്റെ. സ്വന്തല്ലാണ്ട് ഞാൻ മുടക്കാൻ പറയോ? അല്ല, എനിക്ക് തിരിയുന്നില്ല. ഓക്ക് കുറച്ചായിട്ടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു ആലോചന വന്നിന്. അച്ഛൻ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഞാൻ എന്റെ ഓരോ കല്യാണം മുടക്കുമ്പോൾ ഓക്കാണ് ആശ്വാസം. ഈ കല്യാണം മുടക്കലെല്ലാം മോശല്ലേ? നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആണുങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ലേ? അത് ശരിയാന്ന്. പക്ഷെ എന്നാലും ഈ സൊസൈറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തതെന്നാണ് എന്റെ ഒരു തിയറി. ഏത്? പാൽ സൊസൈറ്റി? പാൽ സൊസൈറ്റി അല്ല, നമ്മളെ സൊസൈറ്റി. എല്ലാരും ഇല്ല, അവിടെ ഇത് മോശമല്ലേന്ന്. അതിലോളുവനും ഞാനൊന്നും പെടൂലേ? പെടും. നിങ്ങ പെടൂലേ? പെടും. അത് ഞാനത് മുടക്കിയാലും പെടുവല്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹമില്ലേ? അതിപ്പോ ആരെ കല്യാണം കഴിക്കണു? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ മുടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അതിപ്പോ അല്ലെങ്കിലും സുജിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തിരില്ലേ? ഈ സ്നേഹത്തിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഇല്ലതിന് ഒരർത്ഥയില്ലോ. പക്ഷെ അത് നടക്കണമെങ്കിൽ എനിക്ക് ഓളെ കാര്യത്തിൽ ഒരു സമാധാനം വേണം. ഓളെ പ്രേമം നടത്തി കൊടുക്കണം. കാര്യായിട്ടാ? ഇനിയും പ്രായം കൂടിയാ പ്രേമിക്കാൻ ഒരുപാട് സമയം പോവും. അതുകൊണ്ടൊരു വഴി ഉണ്ടാക്ക്. ബാക്കിയെല്ലാം മാറ്റിയേ എനിക്കിതുവരെ ഒരു യുഗ്മഗാനം പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സുജി, ക്യാൻ യു പ്ലീസ് ജോയിൻ മീ? പിള്ളേരുടെ അടുത്ത് നിട്ടിയായിരിക്കും അല്ലേ? ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. ഞാനൊന്ന് പോന്നേ. ശരി. സുജി, അനിയത്തിയുടെ പേരെന്തെന്ന് പറഞ്ഞ? പറയാണ്ട് നമ്മ വിടൂല ബിബീഷേ. ആക്ച്വലി ഏത് സൈഡിൽ നിന്നാ പാര വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് രഹസ്യമാക്കി വെച്ചിനി. എന്തോടായിപ്പണ്ട അപ്പിയേട്ടാ, അല്ലാണ്ട് വെറുതെ ഇവനിങ്ങനൊന്നും ചെയ്യില്ല. എന്തുടായിപ്പ്? വെൽ ആക്ച്വലി ഞാനും ഓള് ഒരുമിച്ച് നിങ്ങളടുത്ത് പറയാൻ നിൽക്കായിരുന്നു. ഈ ഓക്ക് പേരില്ലേ? ഉണ്ട്. എന്നാ മൊഴി? നിങ്ങ അറിയും. ചന്ദ്രിക. ഏത്? നമ്മുടെ എയ്യനാട് ഹോട്ടലിലെടുത്തുന്ന രവിയേട്ടന്റെ ഓളന്നെ ചന്ദ്രിക രവീന്ദ്രൻ. ഹാപ്പി ആയില്ലേ? കിടി കിടി മുക്കിടി പറ്റിയ മക്കട കുതികൾ ഒത്തിരി ഒത്തിരി മണ്ട പുകച്ചു കുതിച്ചു നടന്നത് നിന്നുടെ പിന്നാലെ.